അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ ബില്ല് അമേരിക്കൻ ഗവൺമെൻറ് അവരുടെ സെനറ്റിൽ പാസ്സാക്കി. ആ സെനറ്റിൽ പാസ്സാക്കിയ 80 വേഴ്സസ് 11 അതിൻ്റെ അകത്ത് ഭൂരിപക്ഷം കിട്ടിയത്. അതിൻ്റെ അകത്ത് ഡെമോക്രാറ്റ്സ് റിപ്പബ്ലിക്കൻസും ആ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അതിനകത്ത് പറയുന്ന ഏകദേശം 5ഓളം രാജ്യങ്ങൾ, ചൈന, ഇന്ത്യ ഉൾപ്പെടെ 5ഓളം രാജ്യങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. അതായത് റഷ്യ ഉക്രൈൻ വാർ മൂർച്ഛിച്ചിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് 100% ടാരിഫ്, അതായത് നേരത്തെയുള്ള ടാരിഫിനെ പറ്റി നിങ്ങൾക്കറിയാം, അത് ഈ പറയുന്ന ട്രേഡുമായി ബന്ധപ്പെട്ട ടാരിഫായിരുന്നു. അതായത് അതിൻ്റെ അകത്ത് ഈ പുനറ്റീവ് ടാരിഫ് ഉണ്ടായിരുന്നു, മറ്റ് ടാരിഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അമേരിക്കൻ സുപ്രീം കോർട്ടിൻ്റെ വിധിയുണ്ട്. കാരണം ടാരിഫ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ ആ ടോപ്പിക് അപ്പുറത്ത് കിടക്കുകയാണ്. പക്ഷെ പുതിയ ടാരിഫ് വന്നിരിക്കുകയാണ്. റഷ്യയുടെ കയ്യിൽ, അമേരിക്കൻ ഡിപ്ലോമസിയുടെ ഭാഗമാണിത്. റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ 100% ടാരിഫ് ഏർപ്പെടുത്തും. അതിൻ്റെ അകത്ത് ഇന്ത്യയുടെ പേരാണ് ഏറ്റവും മുൻപിൽ വരുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കുക, എന്താ ചൈനയുടെ പേരിന് വലിയ പ്രസക്തി കൊടുക്കാതെ ഇന്ത്യയുടെ പേര്? നോർമലായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം അമേരിക്കൻ പത്രങ്ങളും ഇന്ത്യ ലോകത്ത് പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് റഷ്യ ഉക്രൈൻ വാറൊക്കെ തുടങ്ങുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചൈനയുടെ ഏറ്റവും വലിയ ബോർഡറാണ് ഈ പറയുന്ന റഷ്യ. ഈ റഷ്യയുടെ കയ്യിൽ നിന്നും പൈപ്പ് ലൈൻ ഇട്ട് ചൈന ഈ പറയുന്ന ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്ന ചൈന അതല്ലാതെ സീസ്, അതായത് കടലിൽ കൂടെയുള്ള റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ പാടില്ല. ഇതാണ് അവർ പറയുന്നത്. അതായത് ചൈനയ്ക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇന്ത്യക്ക് എക്സംഷൻ കൊടുത്തില്ല. പക്ഷേ ഇന്ത്യക്ക് എനർജി നീഡുണ്ട്. ഇതാണ് ഇന്ത്യയുടെ ഡിപ്ലോമസി ആയിട്ട് പറയുന്നത്. കാരണം ഇന്ത്യ ഇത്രയും സമയമായിട്ടും, അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിനെതിരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതായത് ടാരിഫ്, അത് ഇനി കോൺഗ്രസിൽ പോയി കഴിഞ്ഞാൽ ടാരിഫ് നിലവിൽ വരും. ഇപ്പോൾ അടുത്ത ചോദ്യമുണ്ട്. അതായത് ഇവിടുത്തെ സംഘപരിവാർ ചാനലുകളും അതേപോലെ സാറ്റലൈറ്റും യൂട്യൂബ്, അതായത് ബേസിക്കലി മനസ്സിലാക്കുക, ഈ പറയുന്ന യൂട്യൂബും സാറ്റലൈറ്റ് ചാനൽസിനും പല പഴയ ഡിപ്ലോമാറ്റ്സിനും ഇന്നത്തെ ഡിപ്ലോമസിയെ പറ്റി കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് അവർ പഴയ ഡിപ്ലോമസി ഇപ്പോഴത്തെ ഡിപ്ലോമസിയുമായിട്ട് ഇത് കോട്ട് ചെയ്യുന്നത്. പഴയ ഡിപ്ലോമസിയും, അതായത് അമേരിക്ക കൊണ്ടുവന്ന പുതിയ ഗ്ലോബൽ ഓർഡർ, അതായത് മൾട്ടി വേൾഡ് അല്ല അമേരിക്കൻസ്, അത് മാറി യൂണിപോളാറാണ്. അതായത് അമേരിക്ക നിശ്ചയിക്കുന്നു, അതനുസരിച്ച് പോയിക്കോണം. ഇതാണ് ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ ഓർഡർ എന്ന് പറയുന്നത്. അതിനകത്ത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ഇവർ ചർച്ച ചെയ്തിട്ടാണ് ഇവർ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ആദ്യം മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. നേരത്തെ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങി. അതായത് പ്രധാനപ്പെട്ട റിലയൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങിയിട്ട് പുറത്തോട്ട് കച്ചവടം ചെയ്തത്, മാർക്കറ്റ് റേറ്റിൽ, ഡിസ്കൗണ്ടഡ് റേറ്റിൽ വാങ്ങിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ വീണ്ടും അമേരിക്കയുമായിട്ട് ടോക്സിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകമാണിത്. റിലയൻസിന് പണിഷ്മെൻറ്റ് കൊടുത്തു അമേരിക്ക. 300 ബില്യൻ്റെ റിലയൻസ് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഒന്നാമത്തെ പണിഷ്മെൻ്റാണ്. അതിൻ്റെ പേരിലാണ് റിലയൻസ് ഇൻഡസ്ട്രി ടെക്സാസിൽ പോയി 300 ബില്യൺ, അതിൻ്റെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, റിഫൈനറി തുടങ്ങാൻ തയ്യാറായി. അതായത് ഫസ്റ്റ് പണിഷ്മെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ 300 ബില്യൺ എന്ന് പറയുന്ന ഇന്ത്യൻ കറൻസി അല്ല, ഇന്ത്യയുടെ ഇരിക്കുന്ന സ്റ്റോക്ക്, അതായത് ഫോറിൻ എക്സ്ചേഞ്ചാണ് കൊണ്ടുപോകുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഇത് സിമ്പിൾ ഗെയിം അല്ല ഇത്. അതേപോലെ തന്നെ അഡാനിക്കും കൊടുത്തു 10 ബില്യൺ അമേരിക്കയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ. ആദ്യം മനസ്സിലാക്കുക. അതാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം. അവർ ലോക പോലീസല്ല, ഗ്ലോബൽ എക്കോണമി അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി കഴിഞ്ഞ 1.5 വർഷം എടുക്കുക. കാരണം ഇന്ത്യ അമേരിക്ക പ്രശ്നം ഉണ്ടായിട്ട് 1.5 വർഷം ഏകദേശമായി. ആദ്യം മനസ്സിലാക്കുക, 1.5 വർഷം കൊണ്ട് ഇന്ത്യക്കാണ് സെറ്റ് ബാക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ചാണകക്കിഴങ്ങ് ചാനലുകൾക്കൊന്നും പിടികിട്ടിയിട്ടില്ല എങ്ങനെയാണ് സെറ്റ് ബാക്ക് ഉണ്ടായത്.
ഇന്ത്യയുടെ പല പ്രോജക്റ്റുകൾ ഇൻക്ലൂഡിങ് തേജസ് 1, തേജസ് 2 ഇതിൻ്റെ എഞ്ചിനുകൾ ഡിലേ ആക്കി, ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡിലേ ആക്കി. അമേരിക്കയുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ പ്രശ്നമാണ്. നമുക്ക് അമേരിക്കയെ പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം ഗ്ലോബൽ എക്കോണമി ലീഡേഴ്സാണ്. ഇനി ഇന്ത്യയിൽ നിന്നും എക്കോണമിയുടെ ഔട്ട്ഫ്ലോ നോക്കുക. എത്ര ലക്ഷം കോടിയാണ് ഇന്ത്യയിൽ നിന്നും തിരിച്ചു പോയത്? കാരണം ഇൻവെസ്റ്റേഴ്സ് മുഴുവൻ അമേരിക്കൻ ബേസ്ഡ് ആണ്. ട്രംപ് പറയുന്നതാണ് ഗ്ലോബൽ ഈ പറയുന്ന എക്കോണമി എന്ന് പറയുന്നത്. ഈ മറ്റുള്ള രാജ്യങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. നിങ്ങളിപ്പം 100ഓളം ഗ്ലോബലായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ എടുക്കുക. നിങ്ങളുടെ ഒരു എക്സർസൈസിനും ഡാറ്റയ്ക്കും വേണ്ടിയാണ്, നിങ്ങളുടെ റിസർച്ച് വേണ്ടി തരികയാണ്. അതിനകത്ത് 90% അമേരിക്കൻ ബേസ്ഡ്. അപ്പം അവരാണ് ഇന്ത്യയിൽ ഏകദേശ കണക്കനുസരിച്ച് ഒരു $1 ട്രില്യൺ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പല സെക്ടറിൽ, ഇൻക്ലൂഡിങ് ഏറ്റവും കൂടുതൽ IT സെക്ടറിൽ അമേരിക്കൻ കമ്പനികളാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം TCS ആണെങ്കിലും ഇൻഫോസിസ് ആണെങ്കിലും വിപ്രോ ആണെങ്കിലും ഒക്കെ ഇന്ത്യൻ കമ്പനിയാണ്. പക്ഷേ ഇവരുടെ ക്ലയൻറ്റുകൾ ആരാണ്? അമേരിക്കൻ കമ്പനി. ഇതാണ് വലിയ തമാശയെന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ വർക്ക് ലോഡ് കുറയ്ക്കുമ്പോൾ, അതായത് അമേരിക്കൻ ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ വർക്ക് അങ്ങോട്ട് കുറയ്ക്കുമ്പോൾ അത് ഇന്ത്യയിൽ ജോലിയില്ലാതാകും. അത് സിമ്പിൾ ലോജിക്കാണിത്. ഇനി അടുത്തത്, നിങ്ങളതിന് ശേഷം, അതായത് ഇതിനിടയ്ക്ക് ഇന്ത്യ അമേരിക്ക വീണ്ടും ഡിസ്കഷനും ഡയലോഗൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത്, ഈ റഷ്യൻ വാറും ആ പ്രശ്നവും എല്ലാം കുറച്ചൊക്കെ മയത്തിൽ വന്ന സമയത്ത് നിങ്ങൾ കണ്ടാണ് ബ്രിട്ടീഷ് പഴയ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റേമർ ഇന്ത്യയിലോട്ട് വരുന്നു. അയാളും കച്ചവടം ഉറപ്പിക്കാൻ വന്ന ഈ പറയുന്നത് മിസൈൽസിൻ്റെ ഓർഡർ അയാൾ കൊണ്ടുപോയി. കാരണം ഇന്ത്യ കാണിച്ച തെറ്റ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഈ റഷ്യ ഉക്രൈനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സെറ്റ് ബാക്കിലായത്. അത് കഴിഞ്ഞ് ജർമ്മൻ ചാൻസലർ ഇന്ത്യയിൽ വരുന്നു, മാർക്ക് ഫെഡറിക്. അദ്ദേഹം വന്നിട്ട് അടുത്ത സൈൻ ചെയ്യുന്നു, സബ്മറൈൻസ് അവരുണ്ടാക്കി ഇന്ത്യയിൽ കൊടുക്കും. ഇതെല്ലാം അങ്ങോട്ട് പണം പോയി. ഇതൊന്നും നെഗോഷിയേറ്റ് ചെയ്യാൻ പോലും നമ്മളെ കൊണ്ട് പറ്റിയില്ല. അല്ലെങ്കിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ കർശനമായിട്ട് തീരുമാനമെടുത്തു, ഇന്ത്യയുമായിട്ട് ഫർദർ ഒന്നിനും സഹകരിക്കുന്നില്ല. അതിനുശേഷം ഫ്രാൻസ്, നിങ്ങൾ ആലോചിച്ചോണം, റഫേൽ. ആദ്യം ഫ്രാൻസ് ഇന്ത്യയോട് പറഞ്ഞു റഫേലിൻ്റെ TOT, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, ഇന്ത്യക്ക് കൈമാറും. അത് ഇന്ത്യയിൽ നിർമ്മിക്കാം, അതായത് കംപ്ലീറ്റ് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യും, അത് ഇന്ത്യയിൽ നിർമ്മിക്കാം, സോഴ്സ് കോഡ് കൊടുക്കും. അതെല്ലാം മാറ്റി. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്, അതായത് ചായക്കട നടത്തി മുഖ്യമന്ത്രിയായ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഗുജറാത്ത് പോലെയല്ല ഒരു രാജ്യത്തിൻ്റെ ഹെഡായിട്ടിരിക്കുമ്പോൾ അമേരിക്കയുമായിട്ട് നല്ലൊരു ബന്ധമായിരുന്നു. അമേരിക്കയുമായിട്ട് ഉടക്കുണ്ടായി. മനസ്സിലാക്കുക, ഇന്ത്യയുടെ എക്കോണമി എന്ന് പറഞ്ഞത് താപ്പോട്ട് പോയി. ഇപ്പോഴെല്ലാവർക്കും ബോധ്യമായി കാണുന്ന CJP പ്രൊട്ടസ്റ്റും ഇന്ത്യയിലെ തൊഴിലില്ലായ്മ മറ്റുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പം ഈ പറയുന്ന, അതായത് സംഘപരിവാർ പൊട്ടന്മാർക്ക് പിടികിട്ടിക്കാണും ഇത് അമേരിക്ക കളിച്ച ഗെയിമാണ്. അതിനുശേഷം നിങ്ങൾ നോക്കുക, ഇന്ത്യൻ പ്രധാനമന്ത്രി ജപ്പാനിൽ പോകുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പെട്ടെന്ന് പോകുന്നു. അതായത് മെലോനിയ ഉൾപ്പെടെ കാണാൻ പോകും. എന്തിനാ കാര്യം എന്തുവാ? ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഈ പറയുന്ന ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഇവരെല്ലാം അതിനകത്ത് ഹാൻഡിക്യാപ്ഡായിട്ടിരിക്കുക, റഷ്യയുടെ ഇൻവേഷൻ. കാരണം അവർക്ക് ത്രെട്ടാണ്. ഈ പറയുന്ന ഉക്രൈനിയൻസ് മുഴുവൻ ഈ രാജ്യങ്ങളിലോട്ടാണ് കയറിയിരിക്കുന്നത്. അവർക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. കാരണം സെക്യൂരിറ്റി ത്രെട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് റഷ്യ ഉക്രൈൻ വാർ എന്ന് പറയുന്നത്. അതിനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്തു. ഇവിടെയാണ് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയും വളരെയധികം ഫോഴ്സ്ഫുൾ ചെയ്തിട്ടാണ് പഴയ പ്യൂണിറ്റീവ് ടാരിഫ്. ലിൻസി ഗ്രഹാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ആ കോൺഗ്രസ്മാൻ മരിച്ചുപോയി, റിപ്പബ്ലിക്കൻ. അയാൾ ബേസിക്കലി നേരത്തെ റഷ്യൻ സപ്പോർട്ടറായിരുന്നു. പിന്നീടാണ് അയാൾ ഉക്രൈൻ സപ്പോർട്ടർ ആവുന്നത്. അപ്പം
ഇപ്പോഴും അയാളുടെ പേര് തന്നെ പറഞ്ഞിട്ടാണ് സെനറ്റിൽ ഈ സംഭവം വന്നിരിക്കുന്നത്. കാരണം അയാളുടെ ആഗ്രഹമായിരുന്നു റഷ്യയെ പാഠം പഠിപ്പിക്കുക, ഈ വാർ നിർത്തുക എന്നുള്ളത്. അതായത് കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ആദ്യം എന്നെ തെറി വിളിക്കുന്ന സംഘപരിവാറുകാരും അത് ഇന്ത്യക്കാരും മനസ്സിലാക്കുക ഒരു കാര്യം, നമുക്ക് ഈ പറയുന്ന അമേരിക്കയുമായിട്ട് കളിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ എൻ്റെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് കോഡുമായി ബന്ധപ്പെട്ട്. എന്തിനാണ് ഈ കോഡ് ഉണ്ടാക്കിയത്? എന്തിനാണ് കോഡിൽ ഇന്ത്യയെ വലിയ രാജ്യമായിട്ട് കൊണ്ടുവന്നതിൻ്റെ കാര്യം? അതായത് ചൈനയെ ഒതുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാണ് ഈ കോഡ്. അതിനകത്ത് ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് സാമ്പത്തികമായിട്ടും ടെക്നോളജി വൈസും ഇന്ത്യയെ സപ്പോർട്ട്, കാരണം മരറ്റൈമായിട്ട് ബന്ധപ്പെട്ട്, നേവിയുമായിട്ട് ബന്ധപ്പെട്ട്. അതിന് അമേരിക്കയുടെ ടെക്നോളജി മറ്റുള്ള അതാണ് ഈ കോഡെന്ന് പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം. എന്ന ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഷീ ജിൻ പിങ്ങിനെ കെട്ടിപ്പിടിക്കാൻ പോയി, അന്ന് അതങ്ങ് തീർന്നു. അതാണ് ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ബോധമില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം. ചായക്കടക്കാരൻ്റെ ബുദ്ധിയേ ഉള്ളൂ. ചായക്കടക്കാരൻ്റെ ബുദ്ധിയുള്ളവരുണ്ട്, ബുദ്ധിയില്ലാത്തവരുണ്ട്. ഇതിൽ പോയതെന്തുവാ? ഇനി എല്ലാവരും കൊട്ടി ആഘോഷിക്കുന്ന സംഭവമുണ്ട്. ഓസ്ട്രേലിയൻ, അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ പോയി അവിടെയുള്ള യുറേനിയം ഇന്ത്യക്ക് വാങ്ങാൻ അവർ സൈൻ ചെയ്തു. ആദ്യം സിമ്പിളി നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഓസ്ട്രേലിയ ഇന്ത്യക്ക് യുറേനിയം തരണമെന്നുണ്ടെങ്കിൽ, അത് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കുക. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നാറ്റോ രാജ്യമാണ്, അമേരിക്കയുടെ ഏറ്റവും വലിയ അലയൻസ് പാർട്ട്ണറാണ്. അമേരിക്കയുടെ സമ്മതമില്ലാതെ കൊടുക്കില്ല, 100% കൊടുക്കില്ല. അത് അമേരിക്കയും കൂടെ പറഞ്ഞു ഓസ്ട്രേലിയയോട് വിൽക്കാൻ. കാരണം അല്ലെങ്കിൽ ഇന്ത്യക്ക് വേറെ സാധ്യതയില്ല. ഇന്ത്യ ഈ പറയുന്നത് റഷ്യയിൽ നിന്ന് വാങ്ങണം. അതായത് വീണ്ടും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ, UAE, സൗദി അറേബ്യ, ഖത്തർ, മറ്റുള്ള രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് ടർക്കി, ഈ രാജ്യങ്ങളൊക്കെ എടുക്കുക. ഈ രാജ്യങ്ങൾക്കെല്ലാം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഒരു ലോക പോലീസാണ്, അവരുടെ ട്രേഡ് പാർട്ട്ണറാണ്. അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അവരുടെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്, അവരുടെ ട്രേഡ് ഉണ്ട്. ആ രാജ്യം ഡെവലപ്പ് ചെയ്തേ മതിയാവത്തുള്ളൂ. ആ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മുകളിൽ പ്രഷറായിരുന്നു ഈ റഷ്യൻ ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിൽ. ഇതാണ് അമേരിക്കയുടെ ഗെയിം പ്ലാൻ. അതുകൊണ്ടാണ് അവർക്ക് ലോകത്ത് മുഴുവനും ബേസ് ഉള്ളത്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, അമേരിക്കയെ എതിർത്തു സ്പെയിൻ. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. അതേപോലെ തന്നെ സ്പെയിൻ എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ എതിർത്തു. എന്ത് ഗെയിമാണ് അമേരിക്ക അവിടെ കാണിച്ചത്? ഒരു സുപ്രഭാതത്തിൽ ഏകദേശം 60,000-ഓളം മൊറോക്കൻസ് സ്വെറ്റ എന്ന് പറഞ്ഞ അവരുടെ ചെറിയ മൊനമ്പിലോട്ടങ്ങ് കയറി. സ്പെയിൻ്റെ വെടിതീർന്നു. ആകെ ആ സ്വെറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആകെ ഉള്ളത് 17,000 പേരാ. അവിടെയാണ് എല്ലാ ക്രോസും കൂടെ കഴിഞ്ഞ് ഈ പറയുന്ന ജിബ്രാൾട്ടർ ക്രോസ് ചെയ്തിട്ട് ഈ പറയുന്ന 60,000 പേരങ്ങ് കയറിയത്. കൊടുത്ത പണി ഒടുക്കലത്തെ പണിയാണിത്. ഇത് യൂറോപ്പിനും പേടിയാ. കാരണം ഗെയിം കളിക്കുക, കാരണം അവനാണ് ഈ സംഭവം. അവരോട് ഗെയിം കളിക്കാൻ പോകരുത്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഡെവലപ്ഡ് ആയിട്ടില്ല, നമ്മൾ ഡെവലപ്പിംഗ് കൺട്രിയാണ്. നമ്മൾ അവരെ ചലഞ്ച് ചെയ്യരുത്. ഇപ്പോഴാണ് നരേന്ദ്രമോദിക്ക് പിടികിട്ടിയത്, ഇപ്പോഴാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പിടികിട്ടിയത്. അതുകൊണ്ടാണ് ജയശങ്കർ ഇപ്പം മിണ്ടാതിരിക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ധരിക്കും ഈ 100% ടാരിഫ് വെച്ച് ഇന്ത്യ ഈ പറയുന്ന റഷ്യയിൽ നിന്ന് വാങ്ങും, അമേരിക്കയെ ചലഞ്ച് ചെയ്യും. കുന്തവാ ചലഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയുടെ വെടി അങ്ങ് തീർക്കും അവരിലോ പലത്. കാരണം ഒന്നാമത് ഇന്ത്യക്കകത്ത് ഈ ഡൊമസ്റ്റിക് ഇഷ്യൂ കയറി വന്നു. നേരത്തെ ഇതേപോലെയുള്ള ഇഷ്യൂവും CJPയും ഇതേപോലെ തൊഴിലില്ലായ്മ ഇത്ര രൂക്ഷമായിട്ടില്ല. ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി ഇന്ത്യൻ തൊഴിലില്ലായ്മ രൂക്ഷമാണ്, ഇന്ത്യയുടെ എക്കോണമി താഴോട്ട് പോവുകയാണ്. ഈ 100% ട്രേഡും അതേപോലെ ഇന്ത്യ മദർ ഓഫ് ഓൾ ഡീൽസ് എന്നും പറഞ്ഞുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സൈൻ ചെയ്തു. ഇവരെല്ലാം ഈ പറയുന്ന അമേരിക്ക പറയുന്നത് ഫോളോ ചെയ്യും. ഞങ്ങളെ അവർ വേണ്ട എന്ന് വെച്ചാൽ വേണ്ട, അത്രയേ ഉള്ളൂ. ആദ്യം മനസ്സിലാക്കി. ഇവിടെയുള്ള ചില ആൾക്കാർ പറയുന്നത് കേട്ടു,
ഇന്ത്യൻ തുണിത്തരങ്ങളാണ് അമേരിക്കയിൽ പോകുന്നത്, അതുകൊണ്ട് ഇന്ത്യ തുണികൾ കൊടുക്കരുത്. ഇന്ത്യൻ മരുന്നുകളാണ് അമേരിക്കയിൽ പോകുന്നത്, അതുകൊണ്ട് മരുന്ന് അയക്കരുത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ആ രാജ്യം എല്ലായിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് മെഡിസിൻ പോയില്ല, വേറെ രാജ്യത്ത് അവർ ഉണ്ടാക്കുക. ഈ പോർട്ടറിക്കോ എന്ന് പറഞ്ഞ രാജ്യത്ത് അവർ ഓൾറെഡി അത് പ്ലാൻ ചെയ്തേക്കുക. ഓൾറെഡി ഇവിടെ മാനുഫാക്ചറിങ് നടക്കി. ജനറിക് മെഡിസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇത് മനസ്സിലാക്കേണ്ടത് അതേപോലൊരു എക്കോണമിയാണ്. 30 ട്രില്യൺ എക്കോണമിയാണത്. ചൈന എന്ന് പറയുന്ന 20 ട്രില്യൺ എക്കോണമിയാണ്. ഇന്ത്യ 4ൻ്റെ അകത്ത് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന എക്കോണമി മാത്രമേ ഉള്ളൂ. നമുക്കെങ്ങനെയാണ് ഇവരെ കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കൊന്നും ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പറയുന്ന ഈ വിശ്വഗുരു എന്നൊക്കെ മോദിയെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നമുക്കൊരു ഗോഡ് ഫാദർ വേണം. മനസ്സിലാക്കുക. ഇപ്പം തൊഴിൽ കൊടുക്കുന്നയാൾ, ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന അമേരിക്കയാണ്. അപ്പോൾ അതിന് അമേരിക്കൻ എക്കോണമി സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അമേരിക്കൻ ഡോളർ വില താഴുമ്പോഴാദ്യം മനസ്സിലാക്കേണ്ടത് അത് ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കുക. ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞ ഇന്നലെ ഇന്ത്യയുടെ പീയൂഷ് ഗോയൽ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ത്യ ബ്രിക്സ് കറൻസിയുമായിട്ട് യോജിക്കുന്നില്ല, തള്ളിക്കളഞ്ഞു. അതിനെപ്പറ്റി വേറെ വീഡിയോ ചെയ്യാം. എന്താ സംഭവം കൃത്യമായിട്ട് പറയാം. അമേരിക്കൻ ഡിസിഷൻ വളരെ ക്രൂഷ്യലാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഇന്ത്യക്ക് ഫ്രാൻസിൻ്റെയോ അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഡിസിഷൻ ഇത്രയും ക്രൂഷ്യൽ അല്ല. കാരണം ഇന്ത്യൻ എക്കോണമി ഡയറക്റ്റ്ലിയാണ് അമേരിക്കയുമായിട്ട് കടപ്പെട്ടിരിക്കുന്നത്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇത്രമാത്രം ഇന്ത്യക്കാരവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് അവിടെ ഇന്ത്യൻ ഒറിജിൻസും ഉണ്ട്. ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് അമേരിക്കൻ കാർഡുകളാണ് വിസ, അതേപോലെ തന്നെ മാസ്റ്റർ കാർഡ്. അപ്പം UPI വന്നു. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2000-ന് മുകളിൽ ഇപ്പം മർച്ചൻഡൈസ് ടാക്സ് ഏർപ്പെടുത്താൻ പോകുന്ന കാര്യം? ഇത്രയേ ഉള്ളൂ സംഭവം. അമേരിക്ക പറഞ്ഞാൽ കേട്ടേ മതിയാവുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? നമ്മളിത് വാങ്ങും, നമ്മുടെ വെടി അങ്ങ് തീർത്ത് തരും. വളരെ സിമ്പിളാണ്. കാരണം അത്രയും വലിയ രാജ്യം, അത്രയും വലിയ എക്കോണമിയാണ്. അവരാണ് മുഴുവനും കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇന്ത്യയോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഇനി ഫർദർ ഡിഫൻസ് ഡീലുകളൊന്നും റഷ്യയുമായിട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനാണെങ്കിൽ അമേരിക്ക ഈ പറയുന്ന ഇഞ്ചിനും പുല്ലും ഒന്നും തരത്തില്ല. 5th ജനറേഷൻ ഫ്ലൈറ്റ് ഉണ്ട്, അതിൻ്റെ പോലും തരത്തില്ല. ഇതൊക്കെ വളരെ കൃത്യമാണ്. ഇപ്പോഴാണ് അതായത് മോദി ഗവൺമെൻറ്റിന് എല്ലാവർക്കും കൃത്യമായിട്ട്, അതായത് മോദി ഗവൺമെൻറ് സ്തുതിക്കുന്ന ചില ചാനലുകളും യൂട്യൂബേഴ്സും സാറ്റലൈറ്റ് ചാനലിലൊക്കെ ബോധം വന്നത്, കളിക്കുന്നത് സൂക്ഷിച്ച് വേണം. ചൈനയെ പോയി കെട്ടിപ്പിടിച്ചതിൻ്റെ പ്രശ്നമാണ് ഇന്ത്യയുടെ എക്കോണമി ഇത്രയും താഴാനുണ്ടായ കാരണം. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മോദിയെ 1% പോലും വിശ്വസിക്കുന്നില്ല. ഒരു ട്രസ്റ്റും ഇല്ലാതായി. അതാണ് ഒരു എക്സംഷനും ഇന്ത്യക്ക് കൊടുക്കാത്ത. അല്ലെങ്കിൽ നേരത്തെ ഇറാനിലെ ചബാർ പോർട്ട് അതിനകത്ത് നമുക്ക് എക്സംഷൻ തന്നു. കാരണം പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്തുള്ള പോർട്ടാണ്. അഫ്ഗാനിസ്ഥാനിലും സെൻട്രൽ ഏഷ്യയിലോട്ടൊക്കെ സാധനങ്ങൾ പോകുമായിരുന്നു. അത് തന്നെ ഒരു ബോംബെടുത്ത് കളഞ്ഞു. അതായത് ട്രസ്റ്റ് ഇല്ലാതായി ഇന്ത്യയുമായിട്ട്, മോദിയുമായിട്ട്. ഇതാണ് കൃത്യമായ മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. ചവിട്ടിയെടുത്ത് കളയും. വേണമെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ പോവുക. വളരെ സിമ്പിൾ മെസ്സേജാണ് അമേരിക്ക കൊടുത്തിരിക്കുന്നത്. അത് മോദി ഫോളോ ചെയ്തില്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വീണ്ടും താപ്പോട്ട് പോകുന്നു എന്ന് വളരെ സിമ്പിളായിട്ട് പറയാം.